പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് 295 റൺസിന്റെ തകർപ്പൻ ജയം. രണ്ടാം ഇന്നിംഗ്സിലും ഓസ്ട്രേലിയയെ പിടിച്ചുകെട്ടിയാണ് ഇന്ത്യയുടെ ജയം. ട്രാവിസ് ഹെഡും മിച്ചൽ മാർഷുമാണ് ആതിഥേയർക്കായി പൊരുതിയത്. ബുംറയും മുഹമ്മദ് സിറാജും 3 വിക്കറ്റ് വീതം വീഴ്ത്തി. വിവരങ്ങളുമായി രജിൽ ചേരുന്നു. രജിൽ, കളി ആവേശം കൃത്യമായി ഒന്ന് പങ്കുവയ്ക്കൂ. മോത്തി, ന്യൂസിലൻഡിനോടേറ്റ പരാജയത്തിന്റെ ക്ഷീണം തീർക്കുന്ന ഒരു വിജയമാണ് പെർത്ത് പോലെ പേസർമാർക്ക് വലിയ ആനുകൂല്യം നൽകുന്ന ഒരു പിച്ചിൽ ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ഒരു വിജയം കൂടിയാകും ഇന്നത്തേത് എന്ന കാര്യത്തിൽ സംശയമില്ല. 534 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയയ്ക്ക് 238 റൺസിൽ പോരാട്ടം അവസാനിപ്പിക്കേണ്ടി വന്നു. 5 ഓസ്ട്രേലിയൻ ബാറ്റർമാർ 2 അക്കം കാണാതെ പുറത്താകുന്നു. ട്രാവിസ് ഹെഡും മിച്ചൽ മാർഷും മാത്രമാണ് പൊരുതിയത്. 89 റൺസ് എടുത്ത ട്രാവിസ് ഹെഡാണ് ഓസ്ട്രേലിയയുടെ രണ്ടാം ഇന്നിംഗ്സിലെ ടോപ്പ് സ്കോറർ. 3 വിക്കറ്റുമായി ഇന്ത്യൻ ബൗളർമാരുടെ പോരാട്ടം നയിച്ചത് ബുംറയും മുഹമ്മദ് സിറാജും ചേർന്നായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും വിജയപ്രതീക്ഷ ഉണർത്തുന്ന ഒരു പ്രകടനം നടത്താൻ ഓസ്ട്രേലിയക്ക് കഴിഞ്ഞില്ല. ആദ്യ ഇന്നിംഗ്സിലെ ബൗളർമാരുടെ പ്രകടനവും ശ്രദ്ധേയമായിരുന്നു. കാരണം ഇന്ത്യക്ക് ആദ്യ ഇന്നിംഗ്സിൽ 150 റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. ഒന്നാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയെ 104 റൺസിന് പുറത്താക്കി നിർണായകമായ ലീഡ് ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. ആ ഇന്നിംഗ്സിൽ 5 വിക്കറ്റുമായി ജസ്പ്രീത് ബുംറ തന്നെയാണ് തിളങ്ങിയത്. രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റർമാരുടെ ഊഴമായിരുന്നു. അവിടെ സെഞ്ചുറിയുമായി യശസ്വി ജയ്സ്വാളും ഒപ്പം തന്നെ വിരാട് കോഹ്ലിയും ചേർന്നാണ് ഇന്ത്യൻ ബാറ്റർമാരെ നയിച്ചത്. ആ ഇന്നിംഗ്സിൽ നേടിയ നിർണായകമായ ലീഡും ഇന്ത്യയുടെ വിജയത്തിൽ പ്രധാനമായിരുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഓസ്ട്രേലിയയിലെ പ്രത്യേകിച്ച് വിദേശ മണ്ണിൽ പലപ്പോഴും പരാജയം ഏറ്റുവാങ്ങിയിട്ടുള്ളവരാണ് ഇന്ത്യൻ ബാറ്റർമാർ. അതിൻ്റെ കറയെല്ലാം മായ്ച്ചുകൊണ്ടുള്ള പെർത്ത് പോലെയൊരു പിച്ചിൽ നിർണായകമായ വളരെ പ്രധാനപ്പെട്ട ഒരു വിജയമാണ് ഇന്ത്യ നേടിയിരിക്കുന്നത്.